വെള്ളം കോരുകയായിരുന്നു. സഹോദരി നീ നോക്കിയപ്പം എൻ്റെ ഉണ്ണിയെ കുളിപ്പിക്കുകയായിരുന്നു. അപ്പൊ നീ അപ്പുറം പോയിട്ട് എന്നാ പറഞ്ഞു, നമ്മുടെ മേരിയെ, നസറത്തിലെ മേരിയെ അവിടെ ഉണ്ണിയെ കുളിപ്പിക്കുക കേട്ടോ. ഉണ്ണിയെ കുളിപ്പിച്ചപ്പോഴും ചിന്തയിൽ വാരിയപ്പോഴും ഉണ്ണിയുടെ ഉടുപ്പ് അലക്കിയപ്പോഴും എൻ്റെ മൈ സോൾ വാസ് വർഷിപ്പിംഗ്. അതാൻ്റെ അർത്ഥം. നിങ്ങൾ കണ്ടത് ഞാൻ ഉണ്ണിയെ കുളിപ്പിക്കുന്നതാ, നിങ്ങൾ കണ്ടത് ഞാൻ ചിന്തയിൽ വാരിക്കളയുന്നതാ, നിങ്ങൾ കണ്ടത് ഞാൻ ഉണ്ണിക്കും അപ്പനും അത്തിയട ഉണ്ടാക്കുന്നതാ, മുന്തിരിയട ഉണ്ടാക്കുന്ന. പക്ഷെ എൻ്റെ ആത്മാവിൽ ഒറ്റ പ്രവൃത്തിയേ ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് മൈ സോൾ വാസ് വർഷിപ്പിംഗ്. ഇവിടെയാ നമ്മുടെ പരാജയം കിടക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു കേൾക്ക്. അപ്പൊ ആരാധന എന്താണെന്ന് അവർ പഠിക്കേണ്ടി വരും. ആരാധന എന്താണെന്ന് എൻ്റെ ഒരു കാര്യം, ഈ ശുശ്രൂഷ എന്നോട് ഭയങ്കര ആദരവോടുകൂടി ബഹുമാനപ്പെട്ട പ്രൊഫഷണൽ അച്ഛനും ജനിച്ചച്ഛൻ സഹോദരനേക്കാൾ സ്നേഹത്തോടെ നോബിളച്ഛൻ ഇച്ചിരി പരവേശം പോലെ വന്നായിരുന്നു എന്നെ കൊണ്ടുപോയി. ഭയങ്കര റിസപ്റ്റിവിറ്റി ഇവിടെ കണ്ടത്, ഭയങ്കര സ്നേഹം, ഭയങ്കര സന്തോഷം. ഈ ഒരു നോക്കിക്കേ, എന്നോട് ഒത്തിരി മധുരമായിട്ട് അച്ഛന്മാര് പെരുമാറി. എനിക്ക് എൻ്റെ സന്തോഷം കൂടുവോ ഇല്ലയോ? മിണ്ടത്തില്ല. കൂടുവോ ഇല്ലയോ? കൂടും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജിൻസച്ചനോട് പറഞ്ഞ് പ്രസംഗം കഴിഞ്ഞിട്ടാ ഞാൻ പറഞ്ഞ് പ്രസംഗം കേട്ടിട്ട് വിലയിരുത്തിയിട്ടാണോ അഭിപ്രായം പറയാൻ പോണത്. അപ്പം എന്നെ കുറിച്ചൊക്കെ ഒരു വാക്ക് എനിക്ക് ഇഷ്ടം ആഗ്രഹം പോലും ഇല്ല കേട്ടോ. അപ്പൊ അച്ഛൻ പറയാൻ പോകുന്നത് ഇതിന് ശേഷമാണ്. ആയിക്കോട്ടെ, അച്ഛൻ ചുമ്മാ സ്നേഹം കൊണ്ട് കുറച്ച് ഉയർത്തി പറഞ്ഞെന്നിരിക്കട്ടെ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ 3-4 പേര് പറഞ്ഞിരിക്കട്ടെ, ഷാജിച്ച ഇന്ന് എന്നോട് ഞങ്ങളോട് ആദ്യം പറഞ്ഞു തന്ന കാര്യം മറിയം നമ്മളെ ഏറ്റെടുക്കണം, അതിന് പുതിയ അറിവായിരുന്നു, കൊള്ളാലോ, ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഒരു 10 പേര് പുറത്ത് നിന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം കൂടുകയില്ലയോ? വളരെ പെട്ടെന്ന് പറ, കൂടുകയില്ലയോ? ഇനി എൻ്റെ പാട്ടുകൾ കേട്ടിട്ടുള്ളവർ, 2-3 കേട്ടിട്ടുള്ളവർ നിങ്ങൾ ഓടി വന്നിട്ടുള്ളൂ, ഷാജിച്ച ഞങ്ങൾക്ക് ജീവനാ കേട്ടോ ഷാജിച്ചന്റെ പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം ഇനിയും കൂടുകയില്ലയോ? അതെന്നാ പറച്ചിലാണ്, കൂടുകയില്ലയോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന്റെ സന്തോഷം കൂടുകയില്ലയോ? പറയല്ലോ, ഇടയ്ക്ക് പറയാതെ കൂടുകയില്ലയോ? ഇന്ന് പറഞ്ഞതിരിക്കല്ലേ, എങ്ങും പോയി പറഞ്ഞേക്കല്ലേ, കൂടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തെറ്റിക്കുന്നത് നിങ്ങളെ. മനുഷ്യനോട് പഞ്ചാര വർത്താനം പറയുമ്പോൾ അവന്റെ സന്തോഷം കൂടും. വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമായിട്ട് നിങ്ങൾ എടുക്കണം. നമ്മളിനി ഈ ഭൂമിയിലെ 950 കോടി മനുഷ്യരും സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചാലും we cannot add anything to the essence of God. ദൈവത്തിന്റെ സത്തയിൽ, മഹിമയിൽ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഇല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെന്താ എല്ലാവരുടെ കൂടി ഒറ്റയായിട്ട് കൂടുമെന്ന് പറഞ്ഞത്? നമ്മുടെ തലയ്ക്കകത്ത് ആരാധനയെ കുറിച്ചൊരു ഹ്യൂമൻ ഇമേജറി ഇരിപ്പുണ്ട്. അതായത് നമ്മുടെ തലയ്ക്കകത്ത് ഇരിക്കുകയാണ്. മനുഷ്യനെ ഇങ്ങനെ പാമ്പർ ചെയ്യുന്ന പോലെ ദൈവത്തെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് സ്തുതിച്ച് സന്തോഷിപ്പിച്ച മോളെ എന്റെ പേരനാടി, നിനക്ക് എനിക്കൊരു അനുഗ്രഹം, പേരനാ ഒരനുഗ്രഹം നിനക്ക്, നന്നായി സ്തുതിച്ചല്ലോ, നിനക്ക് എനിക്കൊരു അനുഗ്രഹം. ഇങ്ങനെ കർത്താവ് തന്നെ പാമ്പർ ചെയ്തവർക്ക് എന്തോ നൽകുന്നുണ്ടെന്നോ ദൈവത്തിന് എന്തോ ഗുണമുണ്ടെന്നോ കരുതുന്നത്. നമുക്കൊരിക്കലും ദൈവത്തിന്റെ മഹിമയിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ഉറപ്പിച്ചൊരു ഹല്ലേലൂയ പറ. പിന്നെന്തിനാ എല്ലാവരും കൂടി വലിയ വായിലെ കർത്താവിന് സന്തോഷം കൂടുമെന്ന് പറഞ്ഞതിന്റെ പിന്നിലെ കാര്യം, നമ്മുടെ തലയ്ക്കകത്ത് മനുഷ്യനെ പ്രീണിപ്പിക്കുന്നത് പോലെയാണ് ദൈവാരാധനയെന്ന് അറിയാതിരിക്കുക. നമുക്ക് അപ്പോൾ ഒരു ചോദ്യം, അങ്ങനെ ദൈവത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നാ ആരാധന സംഭവിക്കുന്നത്? വാട്ട്സ് ദ ഡിവൈൻ കെമിസ്ട്രി ഓഫ് വർഷിപ്പ്? വാട്ട്സ് ദ ഡിവൈൻ കെമിസ്ട്രി ഓഫ് വർഷിപ്പ്? നാം ദൈവത്തിന്, സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ, നാം ദൈവത്തിന് കരയേറ്റിയ സ്തുതിയും, പറയോ എൻ്റെ കൂടെ ഒന്ന്, നാം ദൈവത്തിന് കരയേറ്റിയ സ്തുതിയും, നാം ദൈവത്തിന് നേർന്ന ശക്തിയും, പറയോ, നാം ദൈവത്തിന് നേർന്ന ശക്തിയും, നാം ദൈവത്തിനുണ്ടെന്ന് പറഞ്ഞ പ്രാബല്യവും അധികാരവും ആർക്കെങ്കിലും പൂരിപ്പിക്കാമെങ്കിൽ പറഞ്ഞോ? അധികാരവും അവിടെ നിന്ന് നമ്മിൽ, പേരെന്താ? സുസി. അവിടെ നിന്ന് നമ്മിൽ കൂട്ടിച്ചേർക്കും. ബെസ്റ്റ് രംഗൊലിച്ചേ, അതാണ് ആരാധന. നാം ദൈവത്തിന് കരയേറ്റിയ സ്തുതിയും ആരാധനയും മഹത്വവും. അതുകൊണ്ട് ആരാധിക്കുന്നവന്റെ മുഖം തെളിയുന്നത് ദൈവം അത് കൂട്ടിച്ചേർക്കും. ഇവിടെയാ മറിയം പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? മറിയം നിലനിന്നത് ആരാധിക്കാനാ. ഇതിലൂടെ പറഞ്ഞേ, മേരി നിലനിന്നത് പറയാൻ മടിക്കരുതെന്ന് പറഞ്ഞ്, മേരി നിലനിന്നത് ആരാധിക്കാനെന്ന് പറഞ്ഞ്. മേരി ജീവിച്ചത് ആരാധിക്കാനാണ്. നമ്മളോ ജീവിക്കാൻ വേണ്ടി ആരാധിക്കുക. വ്യത്യാസം കൂടി കിട്ടിയോ? നമ്മളെല്ലാം ആരാധിക്കുന്നുണ്ട്, നമ്മൾ ജീവിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഒരു അമ്മയോട് സ്തുതിക്കാൻ പറയുമ്പോൾ ഹല്ലേലൂയ 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 സ്തുതി ആരാധന കർത്താവേ, എൻ്റെ മോള് തമ്പുരാനെ അവൾക്ക് അയർലൻഡിൽ പോയിട്ട് തമ്പുരാനെ 3 മാസത്തോടെ ഉള്ള കർത്താവേ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ അവൾ പോരേണ്ടി വരും കർത്താവേ, ഹല്ലേലൂയ അവളെ സഹായിക്കും. പെട്ടെന്ന് സ്വിച്ച് ഓൺ ആയിപ്പോ നമ്മുടെ സ്തുതി പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലേക്ക് എത്തും. തെറ്റാണോ? തെറ്റൊന്നുമല്ല, പാപമൊന്നുമല്ല, ഇത് ആരാധനയല്ല.
മറിയത്തോടൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ ആരാധിക്കാൻ തുടങ്ങും. എന്റെ ആത്മാവ് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങും. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? എല്ലാവരും ചേർന്ന് പറയാമോ ഹല്ലേലൂയ? കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. മറിയം നമ്മുടെ കൂടെ ഉള്ളതിന്റെ ഒരു അടയാളം. നമ്മൾ യഥാർത്ഥ ആരാധകരായി മാറും. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ജപമാലയല്ല മരിയ ഭക്തിയുടെ ഉറപ്പുള്ള അടയാളം. സമരിയക്കാരോട് ഈശോ പറഞ്ഞില്ലേ, നീ ആ മലയിലും ഈ മലയിലും ആരാധിച്ചുകൊണ്ട് നിൽക്കുക. അതുക്കും മേലെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പഠിച്ചാൽ അതാണ് അവിടെ അടുത്ത് നിൽക്കുന്നത് മറിയമായിരിക്കും. ആത്മാവിലെ സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങുമ്പോൾ കയ്യത്തും ദൂരത്തും വന്നു നിൽക്കുന്ന അത്ഭുത വ്യക്തിത്വത്തിന്റെ പേരാണ് മറിയം. എന്ന് വെച്ചാൽ അതിഭയങ്കരമായ വലിയ സാന്നിധ്യം നമുക്ക് വരും. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ? എന്റെ ആത്മാവ്. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ മൈനസ് സെമിനാരി കഴിഞ്ഞപ്പോൾ കോടിക്കൽ അച്ഛൻ വന്നിട്ട് ശമാശന്മാരെ കൊച്ചുപുൾ പ്രദേശനെ പഠിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ അലക്കുമ്പോൾ സ്തുതിക്കണം, കുളിക്കുമ്പോൾ അലക്കാൻ ഇറങ്ങുമ്പോൾ സ്തുതിക്കണം, നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ സ്തുതിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഞാൻ ആ അച്ഛനെ കളിയാക്കി കൊന്നിട്ടുണ്ട്. എന്നാല് 6-7 വർഷം മുമ്പ് ഈര എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ചെന്നപ്പം 70 വീട്ടുകാരുള്ള